എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ വെയിലടിച്ച് കുറേശ്ശെ അങ്ങനെ ഇല്ലാതാവാണ്. അപ്പൊ ഒളിച്ചിരിക്കുന്ന പൈററ്റ്സ് ടീം അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെയിലത്തേക്ക് വന്ന അവരുടെ അവസ്ഥയും അത് തന്നെയായി മാറും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കടലിലൂടെ പോകുന്ന ഒരു കപ്പൽ കാണിക്കും. ഉടനെ കപ്പലിലുള്ള പൈററ്റ്സ് ടീം അവർ പുറത്തിറങ്ങി കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി 2 വർഷങ്ങൾക്ക് മുൻപ് ആ ഗക്കോ മുറിയ ഈ പൈററ്റ് ക്രൂവിന്റെയും ഷാഡോസിനെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുത്തിരുന്നു. അവൻ ഫുൾ കലിപ്പില് അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അതിലൊരു പൈററ്റ് മെമ്പർ അവൻ ഓടി അവന്റെ അടുത്തേക്ക് വരിക. ദയവ് ചെയ്ത് പുറത്തേക്ക് വരൂ, ഈ കാഴ്ച തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ആ പൈററ്റ് ക്യാപ്റ്റൻ അവൻ ഷോക്കായിട്ട് ഇപ്പൊ ആ മെമ്പറിനെ നോക്കും. അവന്റെ തൊട്ട് താഴെ വെയിലടിച്ച് അവന്റെ ഷാഡോ വന്നു കഴിഞ്ഞു. നമ്മുടെ ക്രൂവിലുള്ള എല്ലാവരുടെയും ഷാഡോസ് തിരികെ കിട്ടിക്കഴിഞ്ഞു. ഉടനെ ക്യാപ്റ്റനും ഇപ്പൊ വെയിലത്തേക്ക് ഇറങ്ങി വരികയാണ്. ആളുടെ ഷാഡോയും ഇപ്പൊ ആളുടെ കൂടെ തന്നെ ഉണ്ട്. ആള് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങും. ഉടനെ അതിലൊരു പൈററ്റ് മെമ്പർ ചോദിക്കും, ഇനി ഒരു പക്ഷേ ആ ഗക്കോ മുറിയ അവൻ മരിച്ചിട്ടുണ്ടാവോ? ക്യാപ്റ്റൻ തീർത്തു പറയും, നോ, ഒരിക്കലുമില്ല. അവൻ അത്ര എളുപ്പത്തിലൊന്നും മരിച്ചു പോവില്ല. ആ പൈററ്റ് ലൂഫി അവനെ കൊണ്ട് മാത്രമേ ഗക്കോ മുറിയെ നശിപ്പിക്കാൻ കഴിയൂ. അതിനുശേഷം മറ്റൊരു ഭാഗത്തായി ഇപ്പൊ ഒരു നേവി കപ്പൽ കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് നേവി സോൾജിയേഴ്സ് അവരും സൂര്യനെയൊക്കെ നോക്കി അങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. അങ്ങനെ ഗ്രാൻഡ് ലൈനിൽ ഓരോ ഭാഗത്തുള്ള ഓരോരുത്തരെയും കാണിക്കും. അവർക്കൊക്കെ തന്നെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഷാഡോസ് തിരികെ കിട്ടിയിരിക്കുകയാണ്. അവർ ആ സന്തോഷത്തില് തുള്ളിച്ചാടും. അപ്പോഴായിരിക്കും അതിസുന്ദരിയായ മാർഗരിറ്റ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുക. 10 വർഷത്തിന് മുൻപ് ഗക്കോ മുറിയ അവളുടെ ഷാഡോ അത് അടിച്ചു മാറ്റിയതാണ്. ഇപ്പൊ അവളുടെ ഷാഡോയും അതുപോലെ തന്നെ കണ്ണാടിയില് അവളുടെ ഫേസ് ഒക്കെ കാണാൻ കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തില് അവൾ അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവളൊരു സെർവന്റ് ആണ്, എങ്കിലും അവളുടെ ബോസിന് അവളെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് ഇന്നാണ് നിന്റെ ഷാഡോ തിരികെ കിട്ടിയത്. ഉറപ്പായിട്ടും ഈ ഒരു സന്തോഷവേള അത് നമ്മൾ അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞ് ആൾ അവളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. കട്ട് ചെയ്ത ഇപ്പൊ ത്രില്ലർ പാർക്ക് കാണിക്കും. അവിടെ നശിച്ചുപോയ നമ്മുടെ ആൾക്കാർക്കെല്ലാം അവരുടെ ബോഡിയും ഷാഡോയും ഒക്കെ തിരികെ കിട്ടിയിരിക്കുകയാണ്. അവർ ആ സന്തോഷത്തില് ആ പൈററ്റ്സ് ടീമിനെ നോക്കും. അവരാണെങ്കിൽ ഡബിൾ ഹാപ്പി ആയിട്ട് അവിടെ പാർട്ടിയൊക്കെ നടത്തി അങ്ങനെ തുള്ളിച്ചാടുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ പരസ്പരം ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ ഐലാൻഡ് കാണിക്കും. അവിടെയുള്ള സോംബികൾക്കൊന്നും ഇപ്പൊ ജീവനില്ല. ഗക്കോ മുറിയ സോംബീസ് അവിടെ കണ്ട മൃഗങ്ങള് അവറ്റകളെല്ലാം ഇപ്പൊ ജീവനില്ലാതെ ഓരോ ഭാഗത്ത് കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഡോക്ടറിനെയും ഇൻവിസിബിൾ മാനെയും ലോലയും കാണിക്കും. ലോലയാണെങ്കിൽ ഇപ്പൊ ഇൻവിസിബിൾ മാനെ തട്ടി ഉണർത്തും. അവൻ കണ്ണു തുറക്കും. അവളെ കാണുമ്പോ തന്നെ അവൻ പേടിച്ച് നിലവിളിക്കും. ഡോക്ടർ അവന്റെ കൈ പിടിച്ച് പറയും, ലൂഫി, അവൻ നമ്മളെ എല്ലാവരെയും തോൽപ്പിച്ചു കളഞ്ഞു. ഗക്കോ മുറിയെ അവൻ കൊന്നു കളഞ്ഞു. ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ഇവിടെയുള്ള എല്ലാവരും ലൂസേഴ്സ് ആണെന്ന് ഡോക്ടർ പറയും. അതേസമയം ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ബോധം വീണു. പക്ഷെ ലൂഫിക്ക് മാത്രം ബോധം വീണിട്ടില്ല. അപ്പൊ അവരുടെ അടുത്തേക്ക് നമ്മൾ മുൻപ് കണ്ട ആ ഒരു ഗ്രാൻഡ്പ ആള് കടന്നു വരാണ്. സാഞ്ചിക്കാണെങ്കിൽ ആ ഗ്രാൻഡ്പയെ കാണുമ്പോ തന്നെ പിടികിട്ടും അതാരായിരുന്നുവെന്ന്. അവർ ഗ്രേവ് യാർഡിലേക്ക് വന്നപ്പോ അവരോട് സ്നേഹത്തിലും നല്ല രീതിയിൽ സംസാരിച്ച ആദ്യമായി കണ്ടുമുട്ടിയ ആ ഗ്രാൻഡ്പ നമ്മുടെ ആൾക്കാരുടെ മുൻപിൽ കൈകൂപ്പി താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കലും എന്റെ ഷാഡോ അത് തിരികെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിച്ചു കിട്ടിയിരിക്കുകയാണ്. സോ നിങ്ങളെ കണ്ട് നന്ദി പറയാനാണ് ഞാൻ വന്നത്. അത് കണ്ട ലോല അവളിപ്പോ അവളുടെ ടീമുമായി വന്ന് നമ്മുടെ ആൾക്കാരുടെ മുൻപില് സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ കുറച്ച് ഭക്ഷണം ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു പങ്ക് നിങ്ങൾ കഴിക്കണം. നാമിക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. കാരണം അവൾ ആഗ്രഹിച്ച ട്രഷർ അത് മുഴുവൻ ആ വില്ലന്മാര് തന്നെ അവരുടെ കപ്പലില് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴായിരിക്കും നാമി അവള് മറ്റൊരു കാര്യം ഓർത്ത് ഇപ്പൊ ഷോക്കാവുക. ആ സെക്കൻഡ് വാർലോഡ്സ് അവനെ കുറിച്ച് നാമി ഇവരോട് പറഞ്ഞിട്ടില്ല. അവൾ അവനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും അവരുടെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു വാർലോഡ്സ് കൂമ അവനാണെങ്കിൽ ഒരു ചേറിൽ അങ്ങനെ ഹായിട്ടിരിക്കുകയാണ്. ഇവിടെ നാമിക്കാണെങ്കിൽ ആ കൂമ വാർലോഡ്സ് ആളെ കണ്ട് ഇപ്പോ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടെന്നറിയില്ല. അവളാകെ നടുങ്ങി വിറച്ച് കൈയൊക്കെ ഷിവർ ചെയ്യാൻ തുടങ്ങും. ഉടനെ നാമി പറയും, ഗായ്സ്, നിങ്ങൾ ടെൻഷൻ ആവരുത്. നിങ്ങൾ കരുതിയിരിക്കുന്നത് ഇവിടെ ഒരേ ഒരു വാർലോഡ് മാത്രമേ ഉള്ളൂ എന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഇവിടെ മൊത്തം 2 വാർലോഡ്സ് ഉണ്ട്. ഒന്ന് ലൂഫി കൊന്ന ആ ഗക്കോ മുറിയ, മറ്റൊന്ന്
നിങ്ങളിപ്പോ തൊട്ടു മുകളിൽ കാണുന്ന ആ കൂമ. അവളത് പറയുമ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരും അവനെ ശ്രദ്ധിക്കുക. ഉടനെ അവരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടാനായിട്ട് തുടങ്ങും. ഉസോപ്പ് ചോദിക്കും, നീ എന്തായി പറയണേ? ഒരു വാർലാഡിനെ തന്നെ തോൽപ്പിക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു, എന്നിട്ട് ഇത്രയും വലിയ കാര്യം നീ ഇപ്പോഴാണോ പറയണേ? അവള് പറയും, ഐ എം സോറി, ഞാനിത് പറയാൻ വന്നപ്പോ നിങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു. ഫൈറ്റിന്റെ ഇടയിൽ ഞാനിത് പറയാൻ വിട്ടുപോയതാണ്. ഉസോപ്പിന് ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദിസ് ഈസ് അൺബിലീവബിൾ. ഒരു അയലാൻഡിൽ എങ്ങനെ 2 വാർലാഡ്സ് ഉണ്ടാവും പറഞ്ഞ് അവരെല്ലാവരും ആകാംക്ഷയോട് കൂടെ അവനെ നോക്കി നിൽക്കുകയാണ്. അവനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നേവി ഓഫീസേഴ്സുമായിട്ട് നെയിലിൽ സംസാരിക്കും. ഓപ്പോസിറ്റുള്ള ആള് പറയും, അവർ ഓൾറെഡി ഒരു വാർലാഡിനെ കൊന്നു കളഞ്ഞിരുന്നു. അവന് പകരമായിട്ട് മറ്റൊരാളെ കണ്ടെത്താൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി വീണ്ടും മറ്റൊരാളെ കൂടെ റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഗഗ്ഗോ മുറയ്ക്ക് ജീവനുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയും. അതിനവരും പറയും, ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. ഉടനെ വീണ്ടും ഓപ്പോസിറ്റുള്ള ആള് പറയും, എങ്ങനെയെങ്കിലും അവന് ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്ത് അവനെ പഴയതുപോലെ ആക്കണം. മാത്രമല്ല, വാർലാഡ്സുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യം ഒരു കാരണവശാലും പുറത്താരും അറിയരുത്. അത് ആക്ച്വലി നമുക്ക് വലിയ അപമാനമാണ്. കട്ട് ചെയ്ത ലോലയാണെങ്കിൽ ഇപ്പൊ ആ കൂമയെ കൊണ്ട് ഷോക്കാവും. ലോല പറയും, ഇവനും ആ ഗഗ്ഗോ മുറിയെ പോലെ തന്നെയാണ്. അവന്റെ അതേ സൈസും അതേ പവറും അതേ അറ്റാക്കിംഗ് സ്കില്ലും ഒക്കെ തന്നെ ഇവനും ഉണ്ട്. അങ്ങനെ ലോല പറയുന്നത് കേൾക്കുമ്പോ നമ്മുടെ ആൾക്കാർക്ക് വീണ്ടും ഇപ്പൊ ഡബിൾ ഷോക്കാവും. അതേസമയം ആ സ്നെയിലൂടെ അവസാനമായിട്ട് ഒരു ഇൻഫർമേഷൻ കൂടെ ആൾക്ക് വരും. ഗഗ്ഗോ മുറയെ സ്ട്രോഹാറ്റ് ലൂഫിയാൻ ടീംസ് ചേർന്ന് തകർത്ത കാര്യം ഒരാൾ പോലും പുറത്തു പറയാൻ പാടില്ല. ഒരു വിറ്റ്നസ് പോലും അതിനുണ്ടാവാൻ പാടില്ല. അതിനർത്ഥം മറ്റൊന്നുമല്ല, സ്ട്രോഹാറ്റ് പൈററ്റ്സിനടക്കം അവിടെയുള്ള എല്ലാവരെയും നശിപ്പിക്കണമെന്നാണ്. കോമയ കോള് കട്ട് ചെയ്ത് ഇപ്പൊ ക്യാഷ്വലായിട്ട് എഴുന്നേറ്റ് നിൽക്കും. കോമയുടെ എഴുന്നേൽപ്പും നിൽപ്പൊക്കെ കാണുമ്പോ തന്നെ ആ പൈററ്റ്സിന് പിടികിട്ടും നമ്മുടെ ആൾക്കാരെയും അവരെ എല്ലാവരെയും കോമ അടിച്ചു കൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണെന്ന്. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയെ കാണിക്കും. ലൂഫിക്കാണെങ്കിൽ ഇപ്പോഴും ബോധം വീണിട്ടില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരും പരസ്പരം നോക്കുമ്പോഴായിരിക്കും സോറോ അവനവന്റെ സ്ക്വാഡ് എടുത്ത് മുൻപോട്ടേക്ക് നടന്നു വരിക. ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നാമിക്കാണെങ്കിൽ വീണ്ടും അത് കേട്ട് ടെൻഷനാവും. നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ അവന് ഭയങ്കര സ്പീഡാണ്. ഞൊടിയിടയില് അവൻ ഓരോ ഭാഗത്തേക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഇത് മാത്രമല്ല, അവൻ ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അവരെ കാണാതാവാണ്. നാമിയാണെങ്കിൽ ആ ചുന്ദരി വില്ലത്തേക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഉസോപ്പ് ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ചോപ്പറിനും അവന്റെ പേടി കൂടിക്കൂടി വരും. അവൾ വീണ്ടും പറയും, അവൻ എന്നോട് ലൂഫിയുടെ ബ്രദറിനെ കുറിച്ച് ചോദിച്ചു. അതിനുശേഷം അവന്റെ ഓരോ പവറുകള് എനിക്ക് മാറ്റി മാറ്റി കാണിച്ചു തന്നു. ബ്രൂക്ക് ആണെങ്കിൽ ഇതെല്ലാം കേട്ട് വാ തുറന്നു നിൽക്കാണ്. നാമി വീണ്ടും വാണിംഗ് കൊടുക്കും, ഒരു കാരണവശാലും അവന്റെ കൈ അതാരുടെ ദേഹത്ത് പെടരുത്. ഉടനെ സൂം ചെയ്ത് അവനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ കയ്യിലെ ഗ്ലൗസ് ഒക്കെ പതിയെ അഴിക്കുകയാണ്. അവരവനെ നോക്കി നിൽക്കുന്ന അടുത്ത സെക്കൻഡ് അവനാണെങ്കിൽ ഇപ്പൊ അവരുടെ കറക്റ്റ് സെന്ററിൽ വരും. ഉടനെ ആ പൈററ്റ്സ് ടീമും നമ്മുടെ ആൾക്കാരെല്ലാവരും വാളൊക്കെ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ ചാടി നിൽക്കുകയാണ്. പക്ഷെ അവന്റെ വേഗത അത് നമ്മുടെ ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ദിസ് ഇസ് അൺബിലീവബിൾ. ഇവൻ ഇത്രയും സ്പീഡോ? ആ പൈററ്റ്സ് ടീം അവർ നിലവിളിച്ചു പറയും, 3 വർഷക്കാലമായി ഞങ്ങൾ ഇവിടെ കിടന്ന അലയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷാഡോ അതാ ഗഗ്ഗോ മുറിയിൽ നിന്ന് തിരികെ കിട്ടിയത്. ഞങ്ങൾക്കിനിയും ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം. ഞങ്ങളെ ഇനിയും തടയാനോ ബുദ്ധിമുട്ടിക്കാനോ ഞങ്ങൾ ആരെ അനുവദിക്കില്ല. ലോലയാണെങ്കിൽ അവരുടെ ആവേശമൊക്കെ കണ്ട് ഷോക്കാവും. നിങ്ങൾ എന്തായി ചെയ്യണേ? അവന്റെ അടുത്തൊന്നും നിങ്ങൾക്ക് ഫൈറ്റ് ജയിക്കാൻ പറ്റില്ല. പക്ഷെ അവരാരും അവൾ പറയുന്നത് കേൾക്കാതെ അവൻ അടിക്കാൻ അവന്റെ അടുത്തേക്ക് വരാണ്. അവനൊന്നും നോക്കില്ല, കൈ അങ്ങനെ നീട്ടി ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. ആ സ്ഥലം തന്നെ തകർത്ത് ആ ലൈനിലുണ്ടായിരുന്ന എല്ലാവരും തകർന്ന് തരിപ്പണമായി ഓരോ ഭാഗത്തേക്ക് വീണ് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് അവൻ വീണ്ടും ഇൻവിസിബിളായി ഇപ്പോ നമ്മുടെ സോറയുടെ തൊട്ട് പുറകിൽ വന്ന് നിൽക്കും. സോറ നൈസായിട്ട് അങ്ങനെ തിരിഞ്ഞ് അവനെ നോക്കും. ആ വാർലാട് അവൻ സോറയോട് ചോദിക്കും, നീയല്ലേ സ്കോട്സ് മാസ്റ്റർ സാക്ഷാൽ സോറ? എന്റെ ഫസ്റ്റ് ഫൈറ്റ് അതെനിക്ക് നിന്നിൽ നിന്ന് ആരംഭിക്കണം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.